നമസ്കാരം. ഇന്ന് റെസ്പോൺസ് കെയറിലേക്ക് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് എൽദോയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ നമുക്ക് എൽദോയോടൊപ്പം നമുക്ക് കുറച്ച് രാഷ്ട്രീയ വിശേഷങ്ങൾ സംസാരിക്കാം. എൽദോയ്ക്ക് റെസ്പോൺസ് കെയറിലേക്ക് സ്വാഗതം. നമസ്കാരം. 4 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് CJP പാർട്ടി. എവിടെ നോക്കിയാലും CJP പാർട്ടി തന്നെയാണ്. പാറ്റ പാർട്ടി, പാറ്റ വിപ്ലവം തന്നെയാണ് ഇപ്പോൾ. ഇതൊരു ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തിയതിനെ തുടർന്നാണ് ആ ഒരു പരാമർശത്തോടുള്ള ഒരു അമർഷം എന്ന രീതിയിലാണ് ഈ പാർട്ടി സ്റ്റാർട്ട് ആയത്. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാതെ ഇത്ര മില്യൺസ് ആണ് ഫോളോവേഴ്സ് അതിലേക്ക് വന്നേക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഇപ്പോ കാലഘട്ടത്തിന്റെ ഒരു രൂപാന്തരം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. 10 കൊല്ലം മുമ്പും 100 കൊല്ലം മുമ്പും ഒക്കെ ആ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള യുവജനങ്ങളുടെ പോരാട്ടങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അത് പലതരത്തിൽ നടന്നിട്ടുണ്ട്. കവിതകളിലൂടെ, നാടകങ്ങളിലൂടെ, KPCCയുടെ നാടകങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ നടന്നു. ഇത്തരത്തില് ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന മാധ്യമങ്ങൾ വഴി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ എന്താണ് രാജ്യത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? തൊഴിലില്ലായ്മ, വിലക്കയറ്റം. നമ്മള് ജെൻസി അല്ലെങ്കിൽ ഈ സ്വതന്ത്രരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഇവിടെ ഒരു സമൂഹം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ ഞങ്ങൾ യുവജനങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് ഒറ്റക്കുടക്കീഴിൽ വരുന്ന ഒരു സ്ഥലമാണല്ലോ ഈ സോഷ്യൽ മീഡിയ. അപ്പോ ഈ BJPക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾക്കെതിരായിട്ട് ഭരണകൂടം ആരാണോ അവർക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് CJPയുടെ ലക്ഷ്യം. ഒരു പാറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, പരാതി ജന്തുക്കൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ഏക്കുന്ന മുറിവുണ്ടല്ലോ, ആ മുറിവ് അവിടെ ഇരുന്നോട്ടെ, സാരല്ല, ഞങ്ങൾക്ക് നാണക്കേടില്ല, ഞങ്ങളെ തെറി വിളിച്ചോ, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മാറ്റപ്പെടുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് വഴി ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു മുല്ലപ്പൂ വിപ്ലവമായിട്ട് ഇതിന് മാറാൻ സാധിക്കട്ടെ. മാറ്റങ്ങൾ എപ്പോഴും വരട്ടെ. ഇപ്പൊ മൃഗീയ ആധിപത്യമാണ് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കേന്ദ്ര ഗവൺമെന്റിലുള്ളത്. അപ്പൊ ഈ ആധിപത്യത്തിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് എന്തായാലും പറ്റുന്നില്ല, ഒരു പരിധി വിട്ട് പറ്റുന്നില്ല. ഇവിടെ കോൺഗ്രസിന് പറ്റാത്തത് അംഗസംഖ്യ ഇല്ല, പ്രവർത്തന നേതൃത്വം ഇല്ല, അത് തന്നെ, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഇത്രമാത്രം വലിയൊരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാനും അതിനെതിരെ ശബ്ദിക്കാൻ BJPക്കാരും വരുവാണ്. അവർ അഗ്രസീവായിട്ട്, ഈവൻ ഞാൻ പോലും ഇപ്പോ CJPയുടെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെ, പാർട്ടി എന്നല്ല ഞാൻ ഇതിനൊരു മൂവ്മെന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വിച്ച് ഈസ് നോട്ട് രജിസ്റ്റേർഡ്. അപ്പോ ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിത്തിൻ മൈക്രോ സെക്കൻഡ്സിൽ ഹെയ്റ്റ് കമന്റ് വന്നു. ഇവര് ഫേക്ക് ആണ്, ഫേക്ക് ആണ്, ഇത് ആരോ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ തകർത്തുടക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദ സെയിം ടൈം ഇവർക്ക് ഓരോ ദിവസവും സപ്പോർട്ടേഴ്സ് കൂടി വരുവാണ്. എതിർക്കുന്നവരുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാകുമ്പോൾ ഇവരുടെ മുദ്രാവാക്യങ്ങളും കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ചീഫ് ജസ്റ്റിസ് ഒരിക്കലും, അതായത് ഇപ്പൊ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളെന്ന് വിളിച്ചതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അങ്ങനെ വിളിക്കേണ്ട, തൊഴിലില്ലാത്ത യുവാക്കളെ അല്ല പാറ്റകളെന്ന് വിളിച്ചത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിയാക്കല് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞത് മീൻസ് ആ ഒരു പാറ്റ പ്രയോഗം പോലും, അതായത് അങ്ങനെ വേണ്ട, അത് വേണ്ടിയിരുന്നില്ല. എനിക്ക് ചീഫ് ജസ്റ്റിസിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് എനിക്കത് എതിർപ്പുണ്ട്, അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പാറ്റ പ്രയോഗം അതൊരു പ്രക്ഷോഭം ശരിയാണ്. ചോദ്യം ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം, അത് തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ട്. കാരണം ഏകാധിപത്യ ഭരണം നമുക്ക് വേണ്ട. എന്താണെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഏകാധിപത്യ ഭരണമാണെങ്കിലും അല്ലെങ്കിലും എതിർശബ്ദം ഉണ്ടെങ്കിലേ അവിടെ പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകൾ മുന്നോട്ട് വരികയുള്ളൂ. അതിപ്പോ ഏത് കാറ്റഗറി ആണെങ്കിലും. CJP പാർട്ടിനെ ആ ഒരു നിലയ്ക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ, സെറ്റ്. പക്ഷേ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അഭിജിത്ത് ദീപ്കിയാണ്. ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതായത് പിന്നെ ഇദ്ദേഹത്തിന് വച്ചേക്കുന്ന മാനിഫെസ്റ്റോസ് ഉണ്ട്. ആ മാനിഫെസ്റ്റോസിൽ ആദ്യത്തെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭ നൽകുന്ന കൊടുക്കുന്ന ഒരു അതുണ്ടല്ലോ, രീതിയുണ്ട്. അത് വന്ന് നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ആരെയാണ് അവസാനത്തേക്ക് കൊണ്ടുവരിക? അല്ല, ഇത് ശരിക്കും അല്ല, അത് നിർബന്ധമൊന്നും അല്ലല്ലോ. വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാം, അല്ലെങ്കിൽ അംഗത്വം ഉറപ്പിക്കാം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഇവിടെ നിയമമൊന്നുമല്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ പറയുന്നത്? സിമ്പിൾ ആണ്. അതായത് ഞാൻ ജസ്റ്റിസ് ആയിട്ടിരിക്കുമ്പോ നിങ്ങളെ
ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്റെ വിധികൾ പ്രസ്താവിച്ചു കൊള്ളാം. അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലേക്കുള്ള ഒരു പരിചാരക വൃന്ദത്തെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളാം. നിങ്ങൾക്ക് എന്തെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന കേസുകളൊക്കെ ഉണ്ട് എങ്കിൽ ഞാൻ നൈസായിട്ട് അത് ഒഴിവാക്കിക്കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഓഫർ കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ ഓഫർ സ്വീകരിക്കുന്നവരുണ്ടായേക്കാം എന്നാണ്, ഇത് ഞാൻ ആരോപിക്കുന്നതല്ല, CJP പാർട്ടിയുടെ ഫൗണ്ടർ ആരോപിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ തുടർന്നും അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, ഈ ഇത്തരത്തില് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നമുക്ക് ആദ്യത്തെ ആ ഒരു പോയിന്റ് ആണ്. അതായത് ആ രാജ്യസഭാ സീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ആരെ വേണേലും എടുക്കാം. ഈ 24 മണിക്കൂറും പണിയില്ലാതെ, അതായത് അദ്ദേഹം ആക്ഷേപിച്ചു അത് ഓക്കെ, അതൊരു പ്രൗഡായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു പാർട്ടിയുടെ കയ്യിലേക്ക് അംഗത്വം എടുക്കാനുള്ളതിന്റെ കളിയാക്കലാകാം. നമുക്ക് രണ്ടു രീതിക്ക് അതിനെടുക്കാം. അതായത് കളിയാക്കുന്ന സെൻസിൽ നമുക്കത് എടുക്കാം, അല്ലെങ്കിൽ നേരെ മറിച്ച് സീരിയസ് ആയിട്ട് സെൻസിൽ നമുക്കത് എടുക്കാം. ഈ ഒരു CJP പാർട്ടിക്ക് കടന്നു വരാനുള്ള യോഗ്യത കുറച്ച് വെറൈറ്റി തന്നെയാണ്. കാരണം ജോലി പറയട്ടെ, നമുക്കത് ട്രോളായിട്ടും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ സെൻസിൽ എടുക്കാം, യുക്തിക്കനുസരിച്ച് നമുക്ക് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. തൊഴിലുണ്ടാവാൻ പാടില്ല, 24 മണിക്കൂറും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. കാരണം ചുറ്റുമുള്ളതിനേക്കാൾ അലേർട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കണം. എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ. അപ്പൊ ഈ മാനദണ്ഡങ്ങളുള്ള ഈ വ്യക്തികളാണോ രാജ്യസഭാ സീറ്റ് അത് വിരമിക്കുന്ന ജസ്റ്റിസുമാർക്ക് പകരം കൊടുക്കേണ്ടത്? ഇവർക്കാണോ? ഇത് തികച്ചൊരു അപ്രസക്തമായിട്ടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ആർക്ക് വേണേലും കൊടുക്കാം. ഇത് അങ്ങനെ പറയേണ്ടതിന്റെ ആവശ്യകതയൊന്നുമില്ല. പണ്ട് നാളും മുതൽ അത് കൊടുത്തു വന്നിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന ഈ ചീഫ് ജസ്റ്റിസുമാരുടെ ഈ ഒരു വിരോധം ഈ ഒരു വ്യക്തികളെ, അതായത് തൊഴിലില്ലാത്ത സമൂഹത്തെ അധിക്ഷേപിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണോ ആദ്യത്തെ അജണ്ട മാനിഫെസ്റ്റോ ഇങ്ങനെ കൊടുത്തേക്കുന്നത്? അല്ല, ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതവും അവരുടെ പ്രൊപ്പഗേഷൻ രീതിയല്ല ബാക്കിയുള്ള ന്യൂസ് മീഡിയകളുടെ എല്ലാം. സോഷ്യൽ മീഡിയയുടെ പ്രൊപ്പഗേഷൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് അഗ്രസീവ് ആയിട്ടുള്ള കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CJP പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ഈ മൂവ്മെന്റിന്റെ മാനിഫെസ്റ്റോ തന്നെയാണ്. ഇത് ഞങ്ങൾ അഴിമതി തുടച്ചു നീക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എല്ലാ വികസനവും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ ഇലക്ഷൻ പ്രൊപ്പഗേഷൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇതിന് ഇത്രമാത്രം വലിയൊരു ആധികാരികത കിട്ടില്ല. ഇപ്പോ ഈ ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഒരു 90കളിലും 2000ത്തിലും ഒക്കെ ജനിച്ചിട്ടുള്ള യുവാക്കളുടെ എല്ലാവരും ഇല്ല, അല്ലെങ്കിൽ എല്ലാവരും കാണുന്നത് സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈവൻ നമ്മൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ, ഇപ്പൊ ഞാൻ പോലും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ചുരുങ്ങിയ ആദ്യത്തെ 3 സെക്കൻഡിൽ ഒരു ഹുക്ക് കിട്ടണം. ഓക്കെ, പാറ്റ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അകത്തൊരു വിരോധാഭാസം ഉണ്ട്. ഈ സർക്കാസ്റ്റിക് രീതിയിലാണ് ഇവിടെ വളച്ചൊടിച്ച്, ഇത് ഡിറ്റക്ടർ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ, അതേപോലെയുള്ള സർക്കാസ്റ്റിക് രീതിയിലേക്കുള്ള ഒരു പ്രയോഗങ്ങളും ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഒരു അവതരണമാണ് ഇത്. ഇതിന് ലോങ് റണ്ണിലേക്ക് ആയുസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയം അറിയത്തില്ല. ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അത് നമുക്കിപ്പോ പറയേണ്ട കാര്യം. ഉണ്ടാകുവാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും. കാരണം ഇത്രയും ഒരു മിനിറ്റ്, വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് മില്യൺസ് കൂടി വന്നത്. അതും പരസ്പരം കാണാത്ത ആളുകൾ തന്നെയാണ്. അതിൽ പകുതി പേരും പകുതി ആളുകളൊക്കെയാണെന്നുള്ള അവകാശപ്പെടുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇത്ര വിത്തിൻ സെക്കൻഡ്സിൽ ആ ഒരു ജനവികാരം, അതായത് ജെൻസിയുടെ വികാരമാണ് അവിടെ കൂടി വന്നത്. അതിങ്ങനെയൊക്കെ പ്രതികരിക്കണം നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം ഒരു ശബ്ദം, എതിർ ശബ്ദം എന്താണെങ്കിലും വരണം. ഇപ്പൊ നമ്മൾ ഭരിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാറുണ്ട്. പക്ഷെ അവരെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദരവ്, എതിർത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് പല വിശേഷണങ്ങളാണ് കിട്ടിവരുന്നത്. ഇവിടെ കേരളത്തിൽ തന്നെ പല വിശേഷണങ്ങളാണ് കിട്ടിവരുന്നത്. എതിർത്ത് സംസാരിച്ച ഇപ്പോഴത്തെ ഈ കേരളത്തില്, അതായത് ഈ 10 കൊല്ലം നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭരണകൂടത്തെ എതിർത്ത് സംസാരിച്ച, സോഷ്യൽ മീഡിയ സംസാരിച്ച പല വിശേഷണങ്ങളും സൈബർ സഖാക്കളും നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജെൻസി പാർട്ടിയുടെ അംഗമൊന്നുമല്ല. ഞാൻ CJP ഇപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ CJP പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ല. വരുവാണെങ്കിൽ ഞാൻ എതിർക്കുന്നുമില്ല. കാരണം ആരെങ്കിലും ശബ്ദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ പബ്ലിക്കായിട്ട് ആരെങ്കിലും സംസാരിക്കട്ടെ. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ
ഇതിനു മുമ്പും പല കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസുമാർ മാത്രമല്ല, പല ഇഷ്യൂസും പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. പല പൗരത്വ ബില്ല് നടപ്പാക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ ഒരു എതിർശബ്ദം ഇവിടെ മുഴങ്ങി കേട്ടത് തന്നെയാണ്. അതുകൊണ്ട് ശബ്ദിക്കണ്ടെന്നൊന്നും ഇവിടെ പറയുന്നില്ല. എന്റെ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ഇവരുടെ മാനിഫെസ്റ്റോസ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വോട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ നിലവിൽ ഇപ്പോൾ ഒരാൾക്ക് വോട്ട് അവരുടെ അനുവാദം ഇല്ലാതെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA വകുപ്പ് ചുമത്തും എന്നാണ് പറയുന്നത്. അല്ല, ഇതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ UAPA വകുപ്പ് ആദ്യം പറഞ്ഞ UAPA വകുപ്പ് എന്താണ് ശരിക്കും? അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സർക്കാസമായിട്ട് എടുക്കുക. ഇപ്പൊ ശരിക്കും രജനീകാന്ത് സിനിമയിൽ 100 പേര് ഇടിച്ചിടുന്നു, എന്തി അദ്ദേഹം റിയൽ ലൈഫിൽ ഇടിച്ചിടുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷെ അദ്ദേഹം 100 പേര് ഇടിച്ചിടുന്നത് സിനിമയിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് റിയൽ ലൈഫിൽ ഇത്ര ഒരു ആരാധക വൃന്ദം ഉള്ളത്. പക്ഷെ ആ 100 പേര് ഇടിച്ചിടുന്നത് റിയൽ ലൈഫിൽ നമുക്ക് നടക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അമാനുഷിക മനുഷ്യരെല്ലാം അറിയാം. പക്ഷെ ഇതിലെ ഫോളോവേഴ്സ് ആയിട്ടുള്ള മിക്ക ആളുകളും ഇതിനെതിരെ ഒരു CJP പാർട്ടിക്കെതിരെ ഒരു വീഡിയോ ഇട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ കമന്റിൽ വന്നേക്കുന്ന 1-2 കമന്റ്സ് ഉണ്ട്. അതിന്റെ ബേസ് ചെയ്ത് തന്നെ ഞാൻ സംസാരിക്കാം. ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തുന്നില്ല, എനിക്ക് പണ്ടേ താല്പര്യമില്ല വ്യക്തിഹത്യ നടത്താനായിട്ട്. അപ്പൊ അതിൽ ഞാനൊരു CJPയുടെ ഈ കമന്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഉണ്ട്, ഹിറ്റ് എത്രത്തോളം അടിക്കാൻ പറ്റും. ഞാൻ ആദ്യമേ തന്നെ ഹിറ്റിന്റെ കാര്യം ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ മാനിഫെസ്റ്റോസിന്റെ കാര്യമാണ് ഞാൻ എടുത്ത് സംസാരിച്ചത്. ആശയപരമായിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആശയപരമായിട്ട് തിരിച്ച് സംസാരിക്കാൻ അറിയില്ല. അത് ഒന്നാമത്തെ കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു അമാനുഷിക ശക്തി നമ്മൾ 100 പേര് ഇടിച്ചിടും, പക്ഷെ അത് റിയൽ ലൈഫിൽ ഇടിക്കില്ല എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഫോളോവേഴ്സ് കൂടുതൽ പേരും ആ 100 പേരെ ഇടിച്ചിടുന്ന് വിശ്വസിക്കുന്നത് തന്നെയാണെന്ന് എന്റെ കമന്റ് ബോക്സിലുണ്ട്. അല്ല, എല്ലായിടത്തും ഈ അതിന്റെ എംബ്ലം ഉണ്ട് കേട്ടോ, അതിന്റെ ഫോളോവേഴ്സും ആണ്. ഞാൻ എടുത്ത് നോക്കുകയും ചെയ്തു, ഇതിന്റെ ഫോളോവേഴ്സ് ആണോ ഞാൻ നോക്കി. കാരണം നമുക്ക് അഭിപ്രായം എല്ലാവർക്കും പറയാം, വഴി പോകുന്ന എല്ലാവർക്കും കമന്റിൽ വന്ന് പറയാം. പക്ഷെ ഈ പാർട്ടിയുടെ അതിലാണോ എന്ന് നമുക്ക് നോക്കാമല്ലോ, അത് ഞാൻ നോക്കുകയും ചെയ്തു. ഇപ്പൊ ഇത് ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മോബ്. അതിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഒരു ആള് ഫൗണ്ട് ചെയ്തു എന്നല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു അണപൊട്ടിയ പോലെ ഒരു ഒഴുക്കാണ്. ഇതൊരു സ്ലാപ്സ്റ്റിക് കോമഡിയുടെ രീതിയിലാണ് ഇവർ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഇല്ല, അങ്ങനെ പറയരുത്. രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അംഗമായിരുന്നു, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയ പാരമ്പര്യം ചെറിയ ഒരാൾക്കോ രണ്ടാൾക്കോ ആണ്. അതാ ഓക്കെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകള്, ഇപ്പൊ കേരളത്തിന്റെ വക്താവായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ 3-4 ദിവസം കൊണ്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരാളുകളാണ്. നമ്മൾ ഇതിനെ വലിയൊരു മൃഗീയമായിട്ട്, ഇത് എന്തിനാണ് ഒരു വലിയൊരു അപരാധമായിട്ട് ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റിനെ, യുവാക്കളുടെ കൂട്ടായ്മേനെ ഇത്രമാത്രം വലിയൊരു അപരാധമായിട്ട് കാണുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? പേടിയല്ല, അതായത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കേരളത്തിലെ ഫ്രെഡി വി ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജനാധിപത്യം തകരുന്നുള്ള അത് വന്നപ്പോഴാണ് ഈ ജെൻസികൾ ശബ്ദമുയർത്തിയത്. ആ ശബ്ദത്തെ ഇത്രമാത്രം പേടിക്കുന്നതിനാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആദ്യത്തെ ടൈമിൽ തന്നെ പറയാം, ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൽ പരിശോധിക്കും, കാര്യങ്ങൾ സംഭവിക്കും നോക്കും. അതില് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്. ഈ പാകിസ്ഥാനികളെ അത് ഇന്നലെ വന്ന റിപ്പോർട്ട്, ആദ്യത്തെ റിപ്പോർട്ടിൽ 49% ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമായിരുന്നു ഇതിന്റെ ഫോളോവേഴ്സ്. ഈ 49% പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളും വെച്ചിട്ടാണോ ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പോകുന്നത്? പക്ഷെ ഇത് ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, ഇന്നലെ 2 ദിവസങ്ങളായിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഇന്ത്യൻ റെസിഡൻസ് അഡ്രസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സെർവറുകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള 94% അക്കൗണ്ടുകളാണ് CJP പാർട്ടിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. CJP പാർട്ടിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമും മെറ്റ അല്ലെങ്കിൽ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇന്ത്യയിൽ എക്സ് അക്കൗണ്ടുകൾ ഓൾറെഡി ബാൻഡ് ആണ്. ഇന്ത്യയിൽ ഇൻസ്റ്റ അക്കൗണ്ടും ബാൻഡ് ആണ്, പക്ഷെ ഇന്ത്യക്ക് പുറത്ത് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, VPN യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇനീഷ്യലി അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ടെക്നിക്കലി ഗ്ലിച്ച്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റില് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ വന്ന് ഇവിടെ തീവ്രവാദം ഇറക്കുന്നൊക്കെ പറയുന്നത് ഏതോ സിനിമാ കഥ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവര് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ മാൻ പവർ വേണ്ടേ? ഈ 140 കോടി അല്ലെങ്കിൽ 150 കോടി 300 കോടി
ഒക്കെ ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ ഉടമസ്ഥരാരും തന്നെ റൂട്ടിലിറങ്ങി പ്രതികരിക്കുമെന്നും അതുകൊണ്ട് നമ്മൾ പ്രായോഗികമൊന്നുമല്ല. അല്ല, ഇത് ബംഗ്ലാദേശ് എന്ത് പറയുമ്പോഴും ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന് പറയുന്നതാണ്. ഫോളോവേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാർട്ടിയുടെ മൂവ്മെന്റ്. ഓക്കെ, ഐ എഗ്രീഡ്, അക്സെപ്റ്റഡ്, ഞാൻ അത് ചെയ്യുന്നു. കാരണം ഓക്കെ, ജനാധിപത്യം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കണം, വലിയൊരു കാര്യം തന്നെയാണ്, സമാനക്കേട്. പക്ഷെ അത് പുനഃസ്ഥാപിക്കാനായിട്ട് ബംഗ്ലാദേശികളുടെയും പാകിസ്ഥാനികളുടെയും അതിൽ അവരുടെ കെയർ ഓഫിലുള്ള ഫോളോവേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണോ ഇപ്പോഴത്തെ ഈ പാറ്റ പാർട്ടിയിലെ ആളുകള്? കാരണം പാറ്റ CJP എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ സെറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനെ പാറ്റാപ്പെട്ടെന്ന് വിളിക്കാൻ. ഞാൻ ഇതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം. ഈ ഒരു മൊമെന്റ് അൾട്ടിമേറ്റ്ലി BJPക്ക് എതിരാണ്. BJPക്ക് എതിരാണ്, BJP സർക്കാരിനെതിരാണ്. അവർക്കിടെ ഈ ഇത്രയും വർഷത്തെ 10-15 വർഷത്തെ പ്രവർത്തനത്തിന്റെ അപാകതകളെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തൊക്കെയാണ് അപാകത? തൊഴിലില്ലായ്മ. നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലായ്മ, കേരളം ഇന്ത്യയിൽ തന്നെയാണല്ലോ. കേരളം ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ഇത്രയും 10 വർഷമായിട്ട് ഇവിടെയുള്ള അപ്പൊ ആരെയാണോ ഭരിക്കുന്നത് അവർക്കെതിരെയാണ് CJP. അപ്പോ ദ സെയിം ടൈം 10 വർഷം വരെ ഭരിച്ച ആരാണോ അവർക്കെതിരെയും കൂടിയാണ് CJP. ഓക്കെ, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അഴിമതി, ഇതിന് പരിസ്ഥിതി ആഘാതങ്ങൾ. അല്ല, ഇന്ത്യയില് നടന്നിരിക്കുന്ന, അവര് ജനറലൈസ്ഡ് ആയിട്ടാണ് അഴിമതിനെ പറയുന്നത്. ഞാൻ മെയിൻ സബ്ജക്റ്റിലേക്ക് വരാം. ഇത്തരത്തിൽ BJPനെ ആരെങ്കിലും എതിർക്കുന്നുണ്ട് എങ്കിൽ അവരെല്ലാവരും രാജ്യദ്രോഹികളാണ്, അവരെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ്, അവരെല്ലാം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്നവരാണെന്നുള്ളൊരു പ്രൊപ്പഗേഷൻ ഇവിടെ തുടക്കം മുതലേ ഉണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ BJPയിലെ കാര്യം പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ല. ഇതേ സെയിം തിങ്സ് കേരളത്തില് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് LDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ ചെയ്തവർക്ക് ഇത് നേരെ തിരിച്ചാ. അവരുടെ ഇതിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നീ സംഖ്യയാണ്, നീ ആ ഒരു ഷൂ നക്കിയാണ്, നിന്റെ കുടുംബം മൊത്തം ഷൂ നക്കലാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഭരിക്കുന്ന BJP എന്ന് പറഞ്ഞൊരു പാർട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ ഇത്രയും ആരോപണങ്ങൾ ഉയർത്തും എന്ന് പറയുന്നവര് ഇവിടെ കേരളത്തില്, അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതായത് കേരളം നമുക്ക് വേറെ പ്രത്യേകിച്ച് രാജ്യമൊന്നും അല്ല. ചില ആൾക്കാർക്ക് 10 കൊല്ലമായിട്ട് ചില ആളുകൾക്ക്, എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഭയങ്കര പ്രബുദ്ധ മലയാളികൾ എന്ന് പറഞ്ഞ കമന്റ് ഇട്ടിരുന്നത്, നീ ഇവിടത്തുകാരിയല്ല, നീ BJPക്കാരിയാണ്, അല്ലെങ്കിൽ നീ പ്രതികരിക്കുന്നത് നീ BJPക്കാരാണെന്നുള്ള. BJPക്കാർക്ക് മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ, കേരളത്തിലെ ആളുകൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടീനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഇതേ സെയിം സാധനം തന്നെയാണ് കേരളത്തിൽ വരുന്നത്. പക്ഷെ കേരളത്തില് അങ്ങനെ റിയാക്ട് ചെയ്യുന്നവരെ അഡ്രസ് ചെയ്യുമ്പോൾ അവരെ കൂടെ ആരും നിൽക്കുന്നില്ല. അത് എവിടെ അങ്ങനെയാണ്, എവിടെ അങ്ങനെയാണ്. കേരളത്തിലുണ്ട്, അതെ, കേരളത്തിലുണ്ട്. ഈവൻ ഞാൻ അതിന്റെ ഫലമാണ് ഇപ്പൊ 10 കൊല്ലം ഭരിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരുന്ന പലർക്കും. സൈബർ സഖാക്കൾ തന്നെ ഉണ്ട്. ഞാൻ ഇത് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നതിന്റെ ഒറ്റ ഉത്തരാണ് സൈബർ ഇടത്തിലെ ആളുകളുടെ കൊലവിളി തന്നെയാണ്. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ BJPനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിക്കോട്ടെ,